ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ചധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള പ്ലാസ്റ്റിക് സ്റ്റോറേജ് കണ്ടെയ്നർ ബോക്സസ് ആണ് കേട്ടോ. ഇത് ഞാൻ കുറച്ചധികം അഫോർഡബിൾ റേഞ്ചിലാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫസ്റ്റ് സെറ്റ് വന്നിട്ട് ഇങ്ങനെ വരുന്ന കുറച്ച് പ്ലാസ്റ്റിക് ബോക്സ് കണ്ടെയ്നേഴ്സാണ്. 269 റുപ്പീസിനാണ് കേട്ടോ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 269 റുപ്പീസിന് ഈ ഒരു ബോക്സ് എനിക്ക് 8 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 1500 ml ആണ് ഈ ഒരു കണ്ടെയ്നർ ബോക്സ് വരുന്നത്. പിന്നെ അടപ്പും വരുന്നുണ്ട്. ഇതിൽ നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ അടപ്പ് തുറക്കുമ്പോഴത്തേക്കും നമുക്കിത് ഇങ്ങനെ വൈറ്റ് കളറിലുള്ളൊരു സംഭവം കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് ഈ ഒരു കണ്ടെയ്നർ ബോക്സിൻ്റെ അകത്ത് വെക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്പേസിനകത്ത് കൂടെ അതിലെന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് താഴെ നമ്മുടെ ട്രേയിലോട്ട് കളക്ട് ആയിക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾ ട്രേ എംറ്റി ആക്കുമ്പോൾ ക്ലീൻ ചെയ്തെടുക്കാനും കുറച്ചുകൂടെ അധികം നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് ഈ ഒരു കണ്ടെയ്നർ ബോക്സിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ. ഇതൊരു വൈറ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അത് പ്ലാസ്റ്റിക് വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് അടപ്പ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറച്ചധികം കേടുവരാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതെന്തുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ. അടുത്തതൊരു പ്ലാസ്റ്റിക് ഗ്രോസറി കണ്ടെയ്നറാണ് കേട്ടോ. ഇത് 2400 ml ആണ് വരുന്നത്. 229 രൂപയാണ് ഈ 2 സെറ്റിനും വരുന്നത് കേട്ടോ. ഇത് പാക്ക് ഓഫ് 2 ആയിട്ടാണ് വരുന്നത്. ഇത് ആക്ച്വലി നമുക്ക് ഗ്രോസറി ഗ്രെയിൻസ് ഉണ്ടല്ലോ, കടല, പരിപ്പ്, ചെറുപയർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടെയ്നറാണ്. ഈ ഒരു കണ്ടെയ്നറിൽ തന്നെ നമുക്ക് 4 ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ലേ, 4 ഓപ്പണിങ്സൊക്കെ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ അതോർത്തിട്ടാണ് ഞാനിത് മേടിച്ചത്. കാരണം ഞങ്ങളിവിടെ കടല, പരിപ്പ്, ചെറുപയറൊക്കെ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കാറ്. കാരണം അത് പുറത്ത് കുപ്പിയിലാക്കി വെക്കുമ്പോഴത്തേക്കും അതിൽ ഈ ചെള്ള് പോലത്തെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വരുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ മേടിച്ചത്. പക്ഷേ ഇത് ആക്ച്വലി കുറച്ച് വലുതാണ്, ഫ്രിഡ്ജിൽ കൊള്ളുന്നില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് സെറ്റാക്കണം. അപ്പോൾ അത് അത്യാവശ്യം നല്ല പോലെ ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 പ്രോഡക്റ്റും ഞാൻ റീപ്ലേസ് ചെയ്തിട്ടില്ല. എങ്ങനെയെങ്കിലും ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ 2 കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. 2 സെപ്പറേറ്റ് ആയിട്ടല്ല നമുക്ക് വരുന്നത്. 229 റുപ്പീസിന് ഇത് 2 കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടേ. ലാസ്റ്റ് കണ്ടെയ്നർ വന്നിട്ട് ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ഓപ്പൺ ആയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ഫ്രിഡ്ജ് കണ്ടെയ്നേഴ്സാണ്. ഇത് 1100 ml ആണ് വരുന്നത്. ഈ ഒരു കണ്ടെയ്നർ ബോക്സിൻ്റെ റേറ്റ് വന്നിട്ട് 209 രൂപയാണ്. 209 രൂപയ്ക്ക് ഈ ഒരു കണ്ടെയ്നർ ബോക്സ് 8 നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ക്യാരറ്റ്, ക്യൂക്കുംബർ, പിന്നെന്താ ഈ ബീൻസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള വെജിറ്റബിൾ ട്രേൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ കണ്ടെയ്നേഴ്സ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ വെജീസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അധികം വൃത്തിക്കും നമുക്ക് ഈസിലി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലും ഇരിക്കുമല്ലോ. അതോർത്തിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന കണ്ടെയ്നർ ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 8 209 രൂപയാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ഈ ഒരു കണ്ടെയ്നർ ബോക്സ് ഞാൻ മേടിച്ചത് 8 ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഓപ്പൺ ആയിട്ടുള്ള കണ്ടെയ്നർ ബോക്സും 8 തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ മറ്റേത് 2 സെറ്റായിട്ടാണല്ലോ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവുള്ള കണ്ടെയ്നർ ബോക്സസും നമ്മളുടെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ മേടിച്ച കണ്ടെയ്നർ ബോക്സസിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തേക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.